ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ലാലേട്ടൻ നായകനായിട്ട് എത്തിയ തുടരുമെന്ന ചിത്രം ഞാൻ കണ്ടു. ചിത്രത്തിന്റെ സംവിധായകൻ തരുൺ മൂർത്തി. അതൊരു തരുൺ മൂർത്തി തന്നെയാണ്. കാര്യം എന്താ ചെയ്തു വച്ചിരിക്കുന്നേ എന്നുള്ളത് സത്യം പറഞ്ഞ ഈ സിനിമ പോയി കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. അദ്ദേഹത്തിന്റെ സംവിധാന മികവ് സത്യത്തിൽ ഈ ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോ ചിത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റിവ്യൂ കണ്ടിട്ട് പോയി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുവാണെങ്കിൽ ഇപ്പോഴേ എടുത്തോളൂ. കാരണം അടുത്ത ഷോകൾ മുതൽ തിയേറ്ററുകൾ ഹൗസ്ഫുൾ ആയിരിക്കും. ടിക്കറ്റ് കിട്ടാൻ നല്ല രീതിയിൽ പാടുപെടും. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും തുടരും എന്ന ഈ ചിത്രം എന്താണ് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ടീസറിലും ട്രെയിലറിലൊന്നും ഈ ചിത്രം ഏത് തരത്തിലുള്ള ഒരു ചിത്രമാണെന്നുള്ള സൂചനയേ ഇല്ല. കാരണം ഇത് തിയേറ്ററിൽ പോയി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ലാലേട്ടനിൽ കാണാൻ ആഗ്രഹിച്ച ഒരു ചിത്രം. ചിത്രത്തിന്റെ നിർമ്മാതാവായിട്ടുള്ള എം രഞ്ജിത്ത് മുമ്പ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞതുപോലെ ഈ ചിത്രം ചെയ്യാൻ ലാലേട്ടൻ അല്ലാതെ മറ്റാരും ഇന്ന് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇല്ല. കാരണം അദ്ദേഹത്തിന് മാത്രമേ ഇങ്ങനെ ഒരു സ്റ്റോറി അത് കൃത്യമായിട്ട് അഭിനയിച്ച് ഫലിപ്പിച്ച് പ്രേക്ഷകർക്കിടയിലേക്ക് എത്തിക്കാനായിട്ട് കഴിയത്തുള്ളൂ. പലപ്പോഴും തിയേറ്ററുകളിൽ പ്രേക്ഷകർ എണീറ്റ് നിന്ന് കൈയടിച്ചു പോകുന്ന രീതിയിലുള്ള സീനുകളാണ് കാണേണ്ടി വന്നത്. ചിത്രത്തിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ, ഒരു വണ്ടി ഭ്രാന്തനായിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ സ്വന്തം വണ്ടിയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഭൂതകാലത്തിൽ സിനിമാ മേഖലയിൽ സ്റ്റണ്ട് മേക്കിങ്ങുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി, 2 മക്കളുള്ള ഒരു ചെറിയ കുടുംബവും. അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് അദ്ദേഹം പോലും ചിന്തിക്കാത്ത സമയത്ത് വന്നു ചേർന്ന വലിയൊരു ഇൻസിഡന്റ്. ആ ഇൻസിഡന്റ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ താറുമാറാക്കാൻ കാരണക്കാരായവരെ കൃത്യമായും ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെയാണോ പ്രതികരിക്കുന്നത്, ഈ സിനിമയിൽ കാണുന്ന സിറ്റുവേഷൻ ഏതൊരു സാധാരണക്കാരനായിട്ടുള്ള പിതാവും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെയും കണ്ടത്. കാരണം പലപ്പോഴും ഈ സിനിമയിലെ നായകന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സാധാരണക്കാരുടെ ജീവിതത്തിലും സംഭവിക്കുന്നുണ്ട്. നമ്മൾക്കും പ്രതികരിക്കണം എന്ന് നമുക്ക് തോന്നിയാൽ പോലും പലപ്പോഴും നമുക്ക് കഴിയാത്ത അവസ്ഥയിൽ നമ്മൾ നിൽക്കേണ്ട സാഹചര്യമാണ് ജീവിതത്തിൽ. പക്ഷേ ഇവിടെ ബെൻസ് ഷൺമുഖൻ എന്ന വ്യക്തി കൃത്യമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. മുൻപ് നമ്മൾ കണക്കാക്കിയിരുന്നത് പോലെ ദൃശ്യം മോഡൽ ഒരു ചിത്രമായിരിക്കുമോ എന്നൊക്കെ നമ്മൾ ഒരുപാട് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുപോലെ ഒന്നുമല്ല, വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥ. തുടക്കത്തിലെ സീന് കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ചിത്രത്തിന്റെ ഡെപ്ത് എത്രമാത്രം ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ തുടക്കം മുതൽ ലാലേട്ടന്റെ ഇൻട്രോ സീന് മുതൽ ഏകദേശം ഹാഫ് ടൈം വരെയും നർമ്മത്തിൽ നമ്മളെ കൊണ്ടുപോവുകയും ചിത്രത്തിന്റെ കഥയിലേക്ക് നമ്മളെ പതിയെ പതിയെ അടുപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ചിത്രം മേക്ക് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് നിർത്തുമ്പോഴേക്കും നമുക്ക് സെക്കൻഡ് പാർട്ടിൽ എന്തായിരിക്കും അത് കാണാനുള്ള ഒരു ജിജ്ഞാസയാണ്. കാരണം അത്രമാത്രം ക്യൂരിയോസിറ്റി നിറച്ചുകൊണ്ടാണ് ഈ ചിത്രത്തിന്റെ കഥ പോകുന്നത്. സെക്കൻഡ് ഹാഫ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒന്നും പറയാനില്ല. കാരണം നമ്മൾ അത്രത്തോളം സിനിമയിൽ അഡിക്റ്റ് ആയി പോവും. ആ രീതിയിൽ നമ്മളെ പിടിച്ചിരുത്തുകയാണ് ലാലേട്ടന്റെ ആക്ടിങ്ങും അതുപോലെ ഈ ചിത്രത്തിന്റെ സ്റ്റോറിയും. സത്യം പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ കണ്ണു നിറഞ്ഞ രംഗങ്ങൾ പലതുമുണ്ട്. അതിൽ ഏറ്റവും എന്റെ മനസ്സിനെ ടച്ച് ചെയ്ത ഒരു സീനാണ് ടോയ്ലറ്റിനകത്ത് ലാലേട്ടൻ കരയുന്ന ഒരു സീനുണ്ട്. അത് ഞാനത് കഥ കൂടി ഇതിൽ കൂടി പറയുന്നില്ല. നിങ്ങൾക്ക് അത് കാണുമ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാതെ പോകും. അപ്പോൾ എന്തായിരുന്നാലും ആ ഒരു കരയുന്ന സീന് വളരെ, എന്ന് വെച്ചാൽ സത്യം ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകുന്നത്, ഈ മനുഷ്യൻ ചുമ്മാ അല്ല നമ്മൾ ഇത് ഒരു മഹാനടൻ എന്നൊക്കെ പറയുന്നത്. കാര്യം നമ്മളെ തിയേറ്റർ ഒന്നടങ്കം കരയിപ്പിച്ച് കളയും. അത്രയ്ക്ക് കരഞ്ഞുകൊണ്ട് ആൾക്കാർ എണീറ്റ് നിന്ന് ആ സീനിന് വേണ്ടി കൈയടിക്കുന്നതാണ് എനിക്കിന്ന് കാണാനായിട്ട് പറ്റിയത്. അപ്പോ ചിത്രത്തിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് കഥയൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം ഈ സിനിമ അങ്ങനെ ഒരു സിനിമയാണ്. ഒരു ഡ്രാമ മൂവി ആണെങ്കിൽ പോലും ഒരു ത്രില്ലർ മൂവിയുടെ മൂഡിലാണ് നമ്മൾ കാണുന്നത്. ലാലേട്ടന്റെ ആക്ഷൻ സീനൊക്കെ വെറും വാരിപ്പറക്കിയിട്ടുള്ള കത്തിപ്പല്ല. നമുക്ക് ആ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. ആ സീനൊക്കെ, ആക്ഷൻ സീൻ പോലും ആ കഥയുമായിട്ട് ചേർന്നുള്ള ആക്ഷൻ സീനാണ്. നമുക്ക് അവന് 2 എണ്ണം കൂടടാ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് ആക്ഷൻ സീന് പോലും ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നെ ഇതിന്റെ കോറിയോഗ്രാഫി എടുത്തു പറഞ്ഞ കാര്യം പക്ക എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇതിൽ കൂടുതലായിട്ടും മഴ ഉള്ള ഒരു രാത്രിയിൽ നടക്കുന്ന കുറെ സീനുകളുണ്ട്. അതൊക്കെ ലാലേട്ടനും അതുപോലെ അതിന്റെ കോറിയോഗ്രാഫി എല്ലാം ഒത്തിണങ്ങി സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ പൊതുവായിട്ടുള്ള പ്രമേയം നമ്മൾ എടുത്താൽ, ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന, ഇനിയും നടക്കാൻ ചാൻസ് ഉള്ള ഒരു പ്രമേയം തന്നെയാണ് ഈ ചിത്രത്തിൽ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ചിത്രത്തിന് തുടരും എന്നുള്ള പേര് വന്നിട്ടുള്ളതും. ഈ സിനിമയിലെ മറ്റുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോ ശോഭനയായിരുന്നാലും വീട്ടമ്മയായിട്ടാണ് എത്തുന്നത്, ലാലേട്ടന്റെ വൈഫായിട്ടാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആക്ടിങ് തന്നെയാണ്.
ഇവര് ചെന്നൈയിൽ നിന്നും വന്ന് താമസിക്കുന്നവരാണ്. ശോഭന എന്ന് പറയുന്നത് തമിഴ് സ്ത്രീയാണ്. അപ്പോ ഇവിടെ വന്ന് മലയാളം കൂടി മിക്സ് ആയിട്ട് തമിഴും മലയാളം കൂടെ മിക്സ് ചെയ്തുള്ള ഒരു ലാംഗ്വേജ് ആണ് അവര് സംസാരിക്കുന്നത്. നമുക്കത് കേട്ടോണ്ടിരിക്കാനൊക്കെ കൊള്ളാം, നല്ല ഒരു പ്രത്യേകത തോന്നുന്നുണ്ട്. അതുപോലെ അവരുടെ ആക്ടിങ് ആയിരുന്നാലും അതിൽ വളരെ വലിയ സെന്റിമെന്റൽ സീനൊക്കെ ഉണ്ട്. അതൊക്കെ സൂപ്പറായിട്ട് തന്നെ നമ്മുടെ ശോഭന ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബിനു പപ്പു പെർഫെക്റ്റ് ആക്ടിങ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി. അതുപോലെ നമ്മുടെ മണിയമ്പിള്ള രാജു, അതുപോലെ ലാലേട്ടന്റെ മകനായിട്ടെത്തുന്ന തോമസ് മാത്യു, നമ്മുടെ സംഗീത് പ്രതാപ്, അതുപോലെ അർജുൻ അശോകൻ ഒരു ചെറിയ ഒരു സീനിലേ ഉള്ളൂ, എന്നാലും അത് വളരെ പെർഫെക്റ്റ് ആയിരുന്നു. അതുപോലെ ഇർഷാദ് അലി, പിന്നെ ഈ സിനിമയിലെ മെയിൻ വില്ലനായിട്ട് എത്തുന്ന സർക്കിൾ ഇൻസ്പെക്ടർ, അദ്ദേഹത്തിന്റെ പേര് എനിക്ക് കറക്റ്റ് ആയിട്ട് വ്യക്തമല്ല, ഒരു പുതിയ നടനായിട്ടാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം വളരെ സൂപ്പർ എന്ന് തന്നെ നമുക്ക് പറയേണ്ടത്. കാരണം തുടക്കത്തിൽ ഒരിക്കൽ പോലും നമുക്ക് അദ്ദേഹമായിരിക്കും ഈ സിനിമയിലെ വില്ലൻ എന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അവര് ചെയ്തിരിക്കുന്നത്. തുടക്കത്തിലൊക്കെ അദ്ദേഹം വളരെ തമാശ, അതുപോലെ നല്ല ഒരു മനുഷ്യ സ്നേഹിയായിട്ടൊക്കെ തോന്നും. പക്ഷെ കുറച്ചു കഴിഞ്ഞ് സിനിമയുടെ ആ ഒരു സീരിയസ് ആയിട്ടുള്ള മേഖലകളിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ക്രുവാലിറ്റി നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യും. വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ചിത്രത്തിന്റെ മ്യൂസിക് നിർവഹിച്ചിരിക്കുന്നത് ജെയ്ക്സ് ബിജോയിയാണ്. നമ്മുടെ ഇപ്പോൾ തന്നെ വൈറലായിട്ടുള്ള കൺമണി പൂവേ എന്നുള്ള സോങ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോ അദ്ദേഹമാണ് ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് ഷാജി കുമാർ ആണ്. അപ്പോ രജപുത്രയുടെ ബാനറിൽ എം രഞ്ജിത്ത് നിർമ്മിച്ച് തരുൺമൂർത്തി സംവിധാനം ചെയ്ത് നമ്മുടെ ലാലേട്ടൻ നായകനായിട്ടെത്തിയ തുടരും എന്ന ഈ ചിത്രം കുടുംബസമേതം കുട്ടികളോടൊത്ത് എല്ലാ പേർക്കും പോയി ആസ്വദിക്കാൻ പറ്റിയ വളരെ നല്ലൊരു മൂവിയാണ്. അപ്പോ എല്ലാവരും പോയി കാണുക. ഓക്കെ, അപ്പോ കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.